ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിനീത് ശ്രീനിവാസൻ ചെയ്ത ഒരു കുന്നംകുളം വെർഷൻ ജോൺ വിക്കിനെ പറ്റിയാണ്. ഈ പടം ഒരു ജോൺ വിക്കിനെ പോലെയാണ് എടുക്കാൻ നോക്കിയെങ്കിലും പക്ഷെ അത് വിനീത് ശ്രീനിവാസന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ പീക്കസ്റ്റ് അപരാധമായി മാറി. അപ്പോൾ പടം തുടങ്ങുന്നത് നമ്മുടെ സോൾജിയർ ജോൺ വിക്കിനെ കാണിച്ചുകൊണ്ടാണ്. ജോൺ വിക്കിന് കുറച്ച് ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മാസ് ഫൈറ്റ് കാണിച്ചുകൊണ്ടാണ് തുടക്കം. പക്ക കുന്നംകുളം വെർഷൻ സ്റ്റൈൽ. അങ്ങനെ നമ്മുടെ ജോൺ വിക്കിന്റെ മിസ്റ്റേക്ക് കാരണം പട്ടാളത്തിൽ നിന്നും പറഞ്ഞു വിടും. അതോടെ പെട്ടിയും കിടക്കെ എടുത്തുകൊണ്ട് നേരെ അച്ഛന്റെ അടുത്തേക്ക് എത്തും. അച്ഛനും മോനും തമ്മിൽ വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ അവർ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അടിയാവും. പിന്നെ ഒരു തന്തയുണ്ടായിട്ടും തന്തയില്ലാത്തവനെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചത് നീയാ. നല്ല ബെസ്റ്റ് ഫാദർ ആൻഡ് സൺ. അങ്ങനെ ഇതിന്റെ സങ്കടത്തിൽ ജോൺ വിക്ക് രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ബാറിൽ കയറി ചെന്നത് അവിടെ ജോൺ വിക്കിന്റെ ലവർ വേറൊരു പൊട്ടന്റെ കൂടെ ഡിന്നറിന് വരും. പക്ഷെ അവർ രണ്ടുപേരും ഡിന്നർ മാത്രമേ കഴിക്കുള്ളൂ. സദ്യയും പാൽപ്പായസമൊക്കെ അത് ജോൺ വിക്കിന് മാത്രമാണ് സ്പെഷ്യൽ. അങ്ങനെ ഇതൊക്കെ ക്യാമറയിൽ കൂടെ കണ്ട അവളുടെ അച്ഛൻ വിളിച്ച ആശംസകൾ പറയും. അങ്ങനെ അടുത്ത ദിവസം രണ്ടുപേരും കൂടെ കഴപ്പമൂത്ത് മല കയറാൻ പോകും. അങ്ങനെ മല കയറി കൊടുക്കുക ഇവള് തലയിടിച്ച് ഹോസ്പിറ്റലാവും. ആ സങ്കടത്തിൽ നമ്മുടെ ജോൺ വിക്ക് അണ്ണൻ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു കുട്ടിയൊക്കെ ഉണ്ടാക്കി വെൽ ഹാപ്പി ആയിട്ട് നടക്കും. ഇതൊക്കെ കണ്ടിട്ട് ജോൺ വിക്കിന്റെ ഫാദർ പറയും, നിന്റെ കെട്ടിയോണ്ടല്ലോ അവൻ എന്നെക്കാൾ നല്ല തന്തയാ. ജോൺ വിക്കിന്റെ ഫാദറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഈഗോയിസ്റ്റ് വാണേശ്വരനാണ്. ശരീരം മാത്രമേ വീക്ക് ആയിട്ടുള്ളൂ മോളെ, ഈഗോ ഇപ്പോഴും പഴയ പോലെ തന്നെയാ. അങ്ങനെ ജോൺ വിക്കിന്റെ വൈഫിന്റെ ആവശ്യത്തിന് നേരെ ലെനാർക്കയിലെത്തും. അവിടെ 2 ദിവസം ഫാമിലിയായിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് കൊച്ചു കള്ളന് ഒറ്റയ്ക്ക് രാത്രി ഇറങ്ങാൻ വേണ്ടി വൈഫിന്റെ അടുത്ത് ബ്രെഡ് വാങ്ങാൻ പോകണമെന്ന് കള്ളം പറഞ്ഞിട്ട് ബാറിൽ പോയി 2 അടിക്കാൻ വേണ്ടി ഇരുന്നതും എവിടെന്നോ ഒരു കൊച്ചു കഴിവേറി വന്നു ജോൺ വിക്കിനെയും കൊണ്ട് നൈറ്റ് പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. കൊച്ചു കള്ളൻ. അങ്ങനെ അവിടെ കാണാൻ കൊള്ളാവുന്ന ഇന്ത്യൻസ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് എന്തിന് ഇന്ത്യൻസ് വേണം, സ്വന്തം എക്സ് ഗേൾ ഫ്രണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ട് സന്തോഷിക്കേണ്ടതിന് പകരം അവളായിട്ട് തന്നെ റൂം ബുക്ക് ചെയ്ത് ജോൺ വിക്ക് അണ്ണൻ റെഡി ആയിട്ടിരുന്നു. എന്നാൽ ഇവളാണെങ്കിൽ റൂമിൽ കയറി വന്നതോടെ കരച്ചിൽ. അതിന് കാരണം ചോദിച്ചപ്പോഴാണ് അവളെ കുറച്ചു പേർ ചേർന്ന് തട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞത്. സൂപ്പർ. അങ്ങനെ കാര്യത്തിലോട്ട് അടുപ്പമായതും വീണ്ടും ആ കൊച്ചു കയറി. അപ്പോൾ നമ്മുടെ ജോൺ വിക്ക് അണ്ണൻ പറയും, എനിക്ക് ഇവിടെ കൊണ്ടുപോകണം. നിനക്ക് 1 മണിക്കൂർ തന്നതും പോരാഞ്ഞിട്ട് ഇനി അവളെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ജോൺ വിക്ക് അണ്ണനെ എടുത്ത് വെളിയിലാക്കും. അങ്ങനെ നമ്മുടെ ജോൺ വിക്ക് അണ്ണൻ ഇതൊക്കെ നേരെ ചെന്ന് വൈഫിനോട് പറയും. അപ്പോൾ വൈഫ് പറയും, ഇത് വേറൊരു രാജ്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഇതൊക്കെ കേട്ടിട്ടും ജോൺ വിക്ക് അണ്ണൻ ഈഗോ മൂത്ത് വീണ്ടും ആ ബാറിലേക്ക് പോകും അവളെ കാണാൻ വേണ്ടി. പക്ഷെ അവളെ അണ്ണനെ കാണാൻ പറ്റില്ല. പകരം മറ്റേ കൊച്ചു കഴിവരെ കാണാൻ പറ്റി. അണ്ണനെ കണ്ടത് ആ കൊച്ചു കഴിവരെ എന്തിനോ വേണ്ടിയിട്ട് ചുമ്മാ ഓട്ടിക്കും. ബൈ ദ ബൈ എന്തിനാണ് ഓട്ടിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ പടം ചെയ്ത ഡയറക്ടറിന് പോലും അറിയത്തില്ല. അങ്ങനെ ആ കൊച്ചു കഴിവരെ നമ്മുടെ ജോൺ വിക്ക് അണ്ണനെ കൊല്ലും, അതും നടു റോട്ടിൽ വെച്ച്. അങ്ങനെ ഇതറിയുന്ന മാഫിയ തലവൻ നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് അണ്ണൻ ജോൺ വിക്കിനെ തപ്പിയിറങ്ങും. അങ്ങനെ നമ്മുടെ ജോൺ വിക്ക് അണ്ണൻ വീണ്ടും ബാറിൽ കയറാൻ വേണ്ടി അവിടുത്തെ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്ന ഡ്രൈവറിനെ പോയി കണ്ട് കാല് പിടിച്ച് പറഞ്ഞ് കൊടുക്കും ഡോക്ടറിന്റെ വേഷത്തിൽ അവിടെ ചെന്ന് എല്ലാ പെൺകുട്ടികളെയും അണ്ണൻ പരിശോധിക്കും. കൊച്ചു കള്ളൻ. അങ്ങനെ പരിശോധിച്ച് കൊടുക്കും. അവളെയും കൊണ്ട് എങ്ങനെയൊക്കെ വെളിയിൽ പോകാൻ വേണ്ടി ഡോറിന്റെ ഫ്രണ്ടിൽ എത്തിയതും അണ്ണന്റെ ഈഗോ കാരണം ഡോർ തുറക്കാതെ ബാക്കിയുള്ളവരെ പോയി എടുത്തിട്ട് തല്ലി ചതക്കി. എന്നിട്ട് അവളെയും കൂടാതെ വേറൊരു കൊച്ചിനെയും കൊണ്ട് വെളിയിലേക്ക് വരും. അങ്ങനെ ഇതൊക്കെ ക്യാമറയിൽ കൂടെ തലവൻ അണ്ണൻ കാണും. ബൈ ദ ബൈ ഇതിൽ അണ്ണന്റെ പരിപാടി എന്ന് വെച്ചാൽ ജസ്റ്റ് CCTV വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കുടയ്ക്കും, അത്ര തന്നെ. അങ്ങനെ ഇവളെ നാട് കടത്തണം. അതിനുവേണ്ടി നമ്മുടെ ജോൺ വിക്ക് അണ്ണൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അങ്ങനെ ഈ ടൈം മാഫിയ അണ്ണന്റെ ടീംസ് റൂം മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലവൻ അണ്ണൻ നേരെ പോയി ആ ഡ്രൈവറിനെ അങ്ങ് കൊന്നുകളയും. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് തൂക്കി ഒരു ഗോഡൌണിൽ കൊണ്ടുപോയി കുടിച്ചു നിർത്തും. ഈ ഗോഡൌൺ വിട്ട് ഒരു കളയുമില്ല. ഇതൊരു ടെംപ്ലേറ്റ് ആണ്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് ഗോഡൌണിൽ വെച്ചായിരിക്കണം. അപ്പോൾ നമ്മുടെ ജോൺ വിക്ക് അവിടുത്തെ സിറ്റുവേഷൻ ഇന്ത്യയിൽ കിടക്കുന്ന അച്ഛനെ വിളിച്ച് പറയും. അച്ഛൻ നേരെ പോയി എച്ച് കാമുകയെ കണ്ട് കാര്യങ്ങൾ പറയും. എച്ച് കാമുക എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് അപ്പം തന്നെ ആ ഗോഡൌണിൽ ഹെലികോപ്റ്ററും പട്ടാളവും ഫോൾസും എല്ലാം എത്തും വിത്തിൻ മിനിറ്റ്സ്. ഇതൊക്കെ കണ്ട് പേടിച്ചോടിയ നമ്മുടെ തലവൻ അണ്ണനെ തൂക്കാൻ വേണ്ടി മാസ് സ്ലോ മോഷനിൽ വന്നിറങ്ങിയ ജോൺ വിക്ക് അണ്ണനെ അതേ മാസിൽ തന്നെ തടിച്ച് താഴെ ഇടും. അപ്പോഴേക്കും മറ്റേ ഡ്രൈവറിന്റെ മോൻ വണ്ടി കൊണ്ടുവന്ന് ഒറ്റ ഇടി. ബൈ ദ ബൈ ഈ വണ്ടി സ്പീഡിൽ ഉണ്ടായതാണോ? ഇത്രയ്ക്കും ഫാസ്റ്റാണ്. ഇതോടെ പടം തീർന്നു.